ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ലോകരുടെ മധ്യത്തിൽ ഈ ദാസിക്ക് ഒരു ചാൻസും കൂടെ കർത്താവ് ഒരുക്കിയിരിക്കുന്നതിനാൽ കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ ചിന്തയ്ക്കായിട്ട്, അതായത് നമ്മുടെ ഏജ് മുന്നോട്ട് പോകുന്തോറും വാർദ്ധക്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആ വാർദ്ധക്യത്തിലും നമ്മൾക്ക് എങ്ങനെ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വാർദ്ധക്യകാലത്ത് ദൈവം എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ബൈബിൾ പ്രകാരം നമുക്ക് ചിന്തിക്കാം. 2-3 വാക്യങ്ങൾ വായിക്കാം. സങ്കീർത്തനം 92-ൻ്റെ 14-15 ഒന്ന് വായിക്കാം. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. ഇവിടെ പറയുന്നത് ഒരുവൻ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ അവൻ ഫലം കായ്ച്ചു കൊണ്ടിരിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അവർ പുഷ്ടി വയ്ക്കണം, പച്ച പിടിക്കണം. പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കുമ്പോൾ നല്ല ഫലം അവരിൽ നിന്ന് പുറപ്പെടും. അതായത് യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും എന്നാണ് പറയുന്നത്. വേറൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ജോൺ 15:5. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആവക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. ഇവിടെ കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മൾ നന്നായി ഫലം കായ്ക്കും എന്നാണ് ഇവിടെ പറയുന്നത്. വേറൊരു വാക്യം കൂടെ വായിക്കാം. ഗലേഷ്യൻ 5:22-23. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ദൈവത്തിൽ നമ്മൾ വസിക്കണം, അതുപോലെ കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെ ചെയ്യുന്നവർ വാർദ്ധക്യമായാലും അവർ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കർത്താവിനെയാണ് അനുകരിക്കേണ്ടത്. കർത്താവ് നമ്മുടെ മുന്തിരിവള്ളിയാണ്, നമ്മൾ കർത്താവിൻ്റെ കൊമ്പുകളാണ്. അപ്പോൾ കർത്താവിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലവും ജഡഫലവും നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങളായിട്ടുള്ള സ്നേഹം, സന്തോഷം, സമാധാനം, നമ്മൾ മുമ്പേ വായിച്ച കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. നമ്മൾ ദൈവത്തിൽ ആദ്യം നമുക്ക് സമാധാനമുണ്ടായിരിക്കണം. നമുക്ക് കിട്ടിയ സമാധാനം മറ്റുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ
ആദ്യം നമ്മൾ കർത്താവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുക, കർത്താവിൻ്റെ വചനത്തെ നമ്മൾ സ്വീകരിക്കുക, അതിൽ വിശ്വസിക്കുക. പിന്നീട് നമ്മളെ അച്ചീവേഴ്സായിട്ട് ദൈവം ഉയർത്തും. അതായത് നമ്മൾ ദൈവവചനത്തിനെ ഡെയിലി നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മളത് ആക്ഷനിലേക്ക്, ആക്ട് ഓൺ ഇറ്റ്, നമ്മൾ ആക്ഷനിലേക്ക് നമ്മളെ അതിൽ കടത്തണം. നമുക്ക് നേരിട്ട് വന്ന പഴയ പരാജയങ്ങളും ഒന്നും ഓർക്കാതെ നമ്മളെപ്പോഴും മുൻപോട്ട് നോക്കി കർത്താവിനെ നോക്കി കർത്താവിൻ്റെ ക്രൂശിനെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ യാത്ര. നിത്യതയെ നോക്കിക്കൊണ്ട് വേണം നമ്മുടെ യാത്ര. നമുക്ക് വന്ന പേടിയും പരാജയങ്ങളും എല്ലാം നമ്മൾ മറന്നു കളഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് നമുക്ക് മുൻപോട്ട് ഓരോ ദിവസവും ഓരോ ഗോൾ സെറ്റ് ചെയ്ത് നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. നമ്മുടെ സർവീസസിനെ നമ്മൾ റീന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഏജ് മുൻപോട്ട് പോകുന്തോറും നമ്മളുടെ ആക്ടിവിറ്റീസിനെ റീന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതൊരു മടുപ്പാകത്തില്ല. നമുക്ക് ഒരു ഫ്രൂട്ട്ഫുൾ ലൈഫായിരിക്കണം നമ്മുടെ ഫോക്കസ്. അതുപോലെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം നമ്മൾ. അങ്ങനെയുള്ള ഒരു വ്യക്തി എപ്പോഴും ദൈവത്തിൻ്റെ ക്യാരക്ടറും കർത്താവ് എങ്ങനായിരുന്നോ കർത്താവിൻ്റെ ആക്ഷൻസും ഒക്കെ അനുകരിക്കാനായിട്ട് ഇടയാകും. നരയ്ക്കുവോളം നിന്നെ ഞാൻ ചുമക്കുമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. കർത്താവ് നമ്മളെ നമ്മുടെ ജീവിതകാലത്ത് നമ്മളേത് സ്റ്റേജിലാണേലും നമ്മളെ ചുമക്കുവാൻ കർത്താവ് ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഒറ്റയായി പോകുമോ, നമ്മൾ അനാഥരായി പോകുമോ എന്ന് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് നമുക്ക് വേണ്ടി കരുതും. നിത്യതയിലും കരുതിയിട്ടുണ്ട്. ഇവിടെയും നമ്മളെ ദൈനംദിനം കരുതി നടത്തുന്ന നമ്മുടെ ദൈവമാണ് നമുക്കുള്ളത്. ഓൾഡ് ഏജ് ആകുമ്പം നമ്മൾ ഫാറ്റാകും, ഫ്ലറിഷ് ആകണം എന്ന് പറഞ്ഞാൽ നമുക്ക് പല പരിചയങ്ങളും പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. അന്നേരം ചെറുപ്പക്കാരെ കഴിഞ്ഞും കുറച്ചും കൂടെ നമുക്ക് അനുഭവസ്ഥരാണ്, ലോക പരിചയം നമുക്ക് ഉണ്ടാകും. അപ്പം അതനുസരിച്ച് നമ്മൾ ആ രീതിയിൽ ഉള്ള അഡ്വൈസസ് ചെറുപ്പക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതുപോലെ എപ്പോഴും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ പച്ചപ്പ് നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ പർപ്പസ്, ഓൾഡ് ഏജിനെ കുറിച്ചുള്ള പർപ്പസ് എന്ന് പറയുന്നാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ലിസൺ ചെയ്യുക. നമ്മൾ മറ്റുള്ളവരെ കേൾക്കണം, നമ്മൾ മറ്റുള്ളവർക്ക് മെൻറ്ററായിട്ടിരിക്കണം, എൻകറേജ് ചെയ്യണം മറ്റുള്ളവരെ. അതുപോലെ കർത്താവ് നമ്മളെ നടത്തിയ നടത്തിപ്പുകളെക്കുറിച്ച് അവരോട് വർണ്ണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കണം. സ്നേഹമായും സന്തോഷമായും സമാധാനമായും പല രീതിയിലുള്ള കർത്താവിൻ്റെ 9 ടൈപ്പിലുള്ള ഫലങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഓൾഡ് ഏജിനെ ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. അതിൽ നമുക്ക് പുഷ്ടി വെച്ചും പച്ച പിടിച്ചും മറ്റുള്ളവർക്കും
ഭൂമിക്കും എല്ലാറ്റിനും ഉപരി ദൈവത്തിനും അനുഗ്രഹമായിട്ട് നമുക്ക് നമ്മുടെ ഓൾഡ് ഏജിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കണ്ടത്? ഓൾഡ് ഏജിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നരയ്ക്കുവോളം നമ്മളെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ശക്തനാണ്. ഒരു പ്രായമുള്ള ഒരു വ്യക്തിക്ക്, ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള വ്യക്തിക്ക് ഒരു പ്രായം കുറഞ്ഞ വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ മെൻറ്ററായിട്ടിരിക്കാൻ സാധിക്കും. അവന് നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ സാധിക്കും. മറ്റുള്ളവരെ നമ്മൾ കർത്താവിങ്കിലേക്ക് നടത്തുവാൻ സാധിക്കും. തീരെ വയ്യാത്തവരാണെങ്കിൽ അവർക്ക് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ പല സബ്ജക്റ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ വാർദ്ധക്യത്തിൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കർത്താവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്, കർത്താവിന് വേണ്ടി എനിക്ക് ഇനിയും വൻകാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ഗോൾ സെറ്റിങ് വെച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് അതിനുള്ള കൃപകൾ ദൈവം ഉയരത്തിൽ നിന്ന് തരും. അതുകൊണ്ട് ഓരോ ഏജ് മുന്നോട്ട് പോകുന്തോറും നമ്മൾക്ക് ആദിപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാൻ മതിയായവനാണ്. കർത്താവിൽ ചാരിക്കൊണ്ട് കർത്താവ് പഠിപ്പിച്ച പാഠങ്ങൾ ജീവിതത്തിൽ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കർത്താവിനൊരു കൈ കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ദൈവം ഉയരത്തിൽ നിന്ന് കൃപ തരുമാറാകട്ടെ. എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചക്കാലം ദൈവം ഭദ്രമായിട്ട് നമ്മളെ നടത്തി. ഈ പുതിയ ആഴ്ചക്കാലം ദൈവം ഭദ്രമായിട്ട് നടത്തുവാൻ കർത്താവ് ശക്തനായിരിക്കാൻ കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ ഈ വചനം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനുമുള്ള അധികാരമുണ്ട്. അത് നിങ്ങൾ വേണ്ടതുപോലെ ഉപയോഗിക്കുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കണ്ടതെന്താണ്? വാർദ്ധക്യത്തിൽ നമുക്ക് എങ്ങനെ ഫലം കായ്ക്കുവാൻ, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുവാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവാൻ നമ്മൾ അനുവദിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ വേരൂന്നി കർത്താവിൻ്റെ വചനത്തിൽ രസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനായിട്ട് നമ്മളെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ദൈവം കൃപ തരട്ടെ. അതുപോലെ പ്രാർത്ഥിക്കുവാനും നമുക്ക് സമയം കണ്ടെത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവാകുന്ന മുന്തിരിവള്ളിയുടെ കൊമ്പുകളായിട്ട് അങ്ങനെ പച്ച പിടിച്ചും പുഷ്ടി വെച്ചും കൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ദൈവം ഉയരത്തിൽ നിന്ന് കൃപ തരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.